നാളെ നമ്മളെ തറവാടിൻ്റെ കുടിയിരിക്കലാണ് കേട്ടോ. അപ്പം അന്തിക്ക് പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പം തന്നെ ഞാൻ പീടിക കയറിയിട്ട് എത്തേന്ന് മാങ്ങി എടുക്കണമല്ലോ നമ്മൾ. അപ്പം ഞാൻ എത്തേന്ന് മാങ്ങാൻ വിചാരിച്ച് പീടിക കയറിയിട്ടോ. കയറിയാൽ പിന്നെ എല്ലാതും നമുക്ക് ആവശ്യമുള്ളത് തന്നെ ആയി വരും കേട്ടോ. എന്തായാലും ഞാൻ എൻ്റെ കണ്ണിൽ പിടിച്ചൊരു സാധനം വാങ്ങിയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ അവിടുന്ന് ആ കാക്കനോട് പൊതിഞ്ഞ് തരാൻ പറഞ്ഞു. ഇതേപോലെ ഗിഫ്റ്റ് പൊതി കൊണ്ട് പൊതിഞ്ഞാട്ട് അയിമലിൻ്റെ പേരും നാളും ഒക്കെ എഴുതിയാട്ട് അവർ ചാക്കാക്കി പോകുന്നിട്ടോ. അവിടുന്ന് പോരുമ്പോൾ അത് ഒരാൾ വീൽ ചെയർ ഉന്തിയാട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അയാളേലാണെങ്കിൽ മറ്റേ നൈട്രജൻ ആക്കി വെച്ചായിട്ട് വീർപ്പിച്ച കുറേ ജാതി ബലൂണുണ്ട്. അപ്പം ഞാൻ പാവം തോന്നിയപ്പോൾ ഞാനും ഒന്ന് വാങ്ങിയിട്ടോ. ജാതി ഒന്ന് നല്ല രസമല്ലേ. പിന്നെ പെരയിലെത്തി കുമ്പളങ്ങ തേങ്ങ അരച്ച ചാറും മീനും കൂട്ടിയായിട്ട് ചോറ് വെച്ചായിട്ട് കിടന്നുറങ്ങിട്ടോ. നേരം വെളുത്ത് നീച്ച് വന്നപ്പോൾ ഇന്നലെ വാങ്ങി വെച്ച് നൈട്രജനൊക്കെ എന്താ ഇവിടെ കാറ്റ് പോയി കിടക്കുന്നുണ്ട് കേട്ടോ. നല്ല ചൊറുക്കുണ്ടായിനി കാണാൻ. പാവണ്ട അതിൻ്റെ കണ്ണ് തന്നെ നോക്കിയാട്ടോ ഓട്ടാക്കി വെച്ചതിന്. എങ്ങനെ അജാതി ഓരോന്നല്ലേ പെരയുള്ള ഓട്ടായില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അങ്ങനെ ഞാൻ പിന്നെ നേരെ തറവാട്ടിലേക്ക് പോയിട്ടോ. അവിടെ പന്തലൊക്കെ കെട്ടി നല്ല ഉഷാറാക്കി ഉണ്ടായിട്ടപ്പോത്തിന്. പിന്നെ അപ്പോൾ പരിപാടി ഒന്നും തുടങ്ങിയില്ല. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ എല്ലാവരും വരവൊക്കെ തുടങ്ങുന്നത്. കുട്ടികളൊക്കെ ഭയങ്കര ഊറ്റത്തിലാണ്. ആട്ടും കട്ടും ഇങ്ങനെ പാഞ്ഞ് നടക്കുന്നുണ്ട് കേട്ടോ. അടുക്കളയിലും ചെറുതായിട്ട് പുറത്ത് തിരിച്ചുകൂട്ടിയാട്ടത്തൊക്കെ പണികളുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ പുതിയതൊക്കെ ഇട്ടായിട്ട് നല്ല സെറ്റപ്പിൽ ഒരുങ്ങുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു A4 കണ്ടത്തിൽ കുടിയിരിക്കൽ എന്നൊക്കെ എഴുതിയായിട്ട് ഞങ്ങൾ താഴത്ത് പോയിട്ട് അത് ഒട്ടിച്ചു കൊടുത്തിട്ടോ. ആ ചുമരുമല അവിടെ ഉള്ള വെജ് തിരിയാതെ വരുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ, ഓൽക്കും വേണ്ടിയിട്ടാണ് ഇട്ടത്. ഇപ്പം മലയാളം അറിയാത്തവർക്ക് ഇംഗ്ലീഷിലും എഴുതി വെച്ചതിന് കേട്ടോ. ബേജാറാവൊന്നും വേണ്ട, എല്ലാവരും പോരി ആരോ മാർക്ക് കൂട്ടുകയാണ്. പിന്നെ പള്ളിക്കന്ന് മൂലിയാരൊക്കെ വന്ന് ബാതിലൊക്കെ തുറന്നാട്ട് കയറിട്ടോ പേരൻ്റെ ഉള്ളിലേക്ക്. പിന്നെ ഓരോരുത്തർക്ക് തിളപ്പിച്ച പാല് കൊണ്ടുപോയെടുക്കലും മോര് കൊണ്ടുപോയെടുക്കലും ഒക്കെ ആയിട്ടോ. അങ്ങനെ എല്ലാവരും നല്ല ഊറ്റത്തിലാവും കുടിച്ചലെടുത്ത്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഊറ്റം തന്നെ കേട്ടോ. കാരക്കയും അതിൻ്റെ ഇടയിൽ ബദാം വണ്ടി മുന്തിരി അതൊക്കെ ഉണ്ടായിട്ടോ. ഞാനും 2-3 കാരക്കയും അലുവ കണ്ടുമൊക്കെ എടുത്ത് ഞാനും തിന്നിട്ടോ. പാല് തിളപ്പിച്ചതിനൊക്കെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിനി, പക്ഷേ ഒന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ കിട്ടിയതിനോണ്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയ വീഡിയോ ആണ്. പിന്നെ വരുന്നവർക്കൊക്കെ ഉച്ചയ്ക്ക് ഓരോരോ ഗ്ലാസ് പാലും വെള്ളം കൊടുത്തിട്ടോ. അവിടെ പിന്നെ മൗലന്മാരൊക്കെ എല്ലാവരും കൂടിയായിട്ട് മൗലൂദും സിക്കറും സലാത്തും ഒക്കെ ചൊല്ലി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മളെ ചോറ്റും വണ്ടി വന്നിട്ടോ. ചോറ് ഓർഡർ ചെയ്തത് കഴിഞ്ഞിട്ടോ. മനുഷ്യന്മാർക്ക് കിട്ടാത്ത സ്വീകരണം ആ വണ്ടിക്ക് കിട്ടിയിട്ടോ. ഓരോരുത്തർ ആനയിച്ച് കൊണ്ടുവന്നേ. എന്നിട്ട് പിന്നെ ഇതായിരുന്നു ആ കാക്കാർ 2 ആളും കൂടെ ചോറ്റും പാത്രം ഇറക്കലെടുത്തിട്ടോ. 2-3 ചെമ്പട്ടി ചോറ് നിറച്ചിട്ടുണ്ട് കേട്ടോ. ചോറ്റും പാത്രം എടുത്ത് കണ്ടപ്പോൾ എല്ലാവരും മോന്തിയും ഭയങ്കര ഊറ്റത്തിലാണ് കേട്ടോ. അത് പിന്നെ അങ്ങനെയാണല്ലോ, ഞമ്മക്കും ഊറ്റായിട്ട് എന്തായാലും ഇതൊക്കെ നോക്കിയാണ് ചോറ് ഇറക്കണ നോക്കിക്കാൻ വേണ്ടി വന്ന ആൾക്കാർ. അപ്പം ഇത് മുഴുവനും ചോറ് വന്ന പോലെ പിന്നെ ഓരോരുത്തർ ടേബിളും കസാലയും ഒക്കെ നേരത്തെ എടുത്തിട്ടോ. അങ്ങനെ പിന്നെ എവിടുന്നൊക്കെ അറിയില്ല 4 തലക്കൊന്നും പണിക്കാരും ഇങ്ങോട്ട് നിറച്ച് വരുന്നുണ്ടിട്ടോ. കസാലയും ടേബിളും സ്റ്റൂളും ഒക്കെ നിരത്താൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ ഓരോരുത്തർ അഭിപ്രായം പറയുന്നുണ്ട് കേട്ടോ. ഇത് ആട്ടിട്ട് ശരിയായത്, ഇതിങ്ങനെ തിരിച്ചിടേണ്ടി, ഇനി ഇത് അപ്പുറത്ത് കാക്കണ്ടീനി എന്നൊക്കെ. അത് പിന്നെ എല്ലായിടത്തും ഉണ്ടാകണതാണല്ലോ, നിങ്ങൾക്ക് അറിയില്ലേ. ഞാനും എന്നോട് കഴിയണേലേക്ക് കുറച്ച് കസാലി സ്റ്റൂളൊക്കെ നിരത്തി എടുത്തിട്ടോ. അങ്ങനെ ഇതാ ചോറ്റുമ്പോൾ സെറ്റായിട്ടോ. നല്ല മട്ടത്തിലായില്ലേ ഇപ്പം കാണാൻ വേണ്ടിയിട്ടത്. അങ്ങനെ പിന്നെ ഇതാ ബിരിയാണിൻ്റെ ചെമ്പ് പൊട്ടിച്ചിട്ടോ. ചെമ്പ് പൊട്ടിച്ചാട്ട് പിന്നെ ബസ്സി കൊണ്ട് ഇങ്ങനെ കോരിയിലെടുത്ത് ഇപ്പുറത്തുള്ള ചെമ്പട്ടിക്ക് ബിരിയാണി ഇങ്ങനെ കാണാൻ തന്നെ എന്തോ ഒരു രസമുണ്ട്. അതിൻ്റെ നിറവിൽ ആ അണ്ടി മുന്തിരിയൊക്കെ അങ്ങനെ വിതറി ഇങ്ങനെ കൊണ്ടുവന്നു കേട്ടോ. നല്ല ചൂട് ബിരിയാണി. അതിന് പാർന്ന ഒരു പുകൻ്റെ മണം. മൗലൂദും സിക്കറും ഒക്കെ കഴിഞ്ഞ് ദ്വാരക്കൽ തുടങ്ങിയപ്പോൾ തന്നെ പിന്നെ ഇവിടെ ഗ്ലാസും ബസ്സിയും ഒക്കെ നിരത്തലെടുത്തിട്ടോ. ഗ്ലാസും ബസ്സിയും പേപ്പറും ഒക്കെ ഇടുന്ന തിരക്കായ പിന്നെ ഒരു കൂട്ടർ പേപ്പർ നിരത്തിന്, ഒരു കൂട്ടർ ബസ്സിലിന്, ഒരു കൂട്ടർ ഗ്ലാസ്സിലിന്, ഒരു കൂട്ടർ അച്ചാറും തൈരും കുത്തിന്. ഇച്ചയ്ക്ക് പണിയായിട്ട് പിന്നെ ഓരോരുത്തരും കുട്ടികളെ കജ്ജലൊക്കെ ഓരോരോ ജഗ്ഗോടെ എടുത്തെടുത്തിട്ടോ. അതിൻ്റെ വെള്ളം പാർന്നോളും വിചാരിച്ചാട്ട്. അതിനൊക്കെയാണ് ഇതൊക്കെ ഭയങ്കര ഊറ്റായി വരുമല്ലോ. പണ്ടൊക്കെ നമ്മൾ ഉച്ചയ്ക്ക് തന്നെ അല്ലേ ഇനിയോ. പിന്നെ ബാക്കിയുള്ള ക്ലാസ്സൊക്കെ പുറക്കിയായിട്ട് പെരയൊക്കെ ഉണ്ടാവലും ഉണ്ടായിനല്ലോ പണ്ടൊക്കെ, നിങ്ങൾക്ക് അറിയില്ലേ. ഇപ്പോഴത്തെ കുട്ടിക്ക് പിന്നെ ആ ജാതി പരിപാടിയൊന്നുമില്ല. ചോറൊക്കെ ഫുള്ള് ഇതാ സെറ്റായി കോരി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അടിയിൽ പിന്നെ ഫുള്ള് ഇറച്ചായിട്ടോ. അപ്പം അമ്മായിൻ്റെ കുട്ടിയിൽ ഇങ്ങനെ ഇറങ്ങി വന്നേ. അപ്പോൾ എൻ്റെ തലയുള്ള തലയൊക്കെ ഊരിയായിട്ട് ഞാൻ എൻ്റെ തലയിലൊന്ന് വെച്ച് നോക്കിട്ടോ. ചോറ് വിളമ്പലെടുത്തിട്ട് പിന്നെ അപ്പം അതിലൊരു മുന്തിരി കണ്ടപ്പോൾ ഞാൻ എടുത്ത് തന്നിട്ടോ. ആദ്യം തന്നെ മൂല്യന്മാരും ബാക്കിയുള്ളവരൊക്കെ മൗലൂദും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടോ. അങ്ങോട്ട് പിന്നെ എല്ലാവരും ചോറ് വെച്ചലെടുത്ത് പിന്നെ കുറച്ച് നേരമൊക്കെ സപ്ലൈ പണി എടുത്ത് കൊടുത്തിട്ടോ. അത് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ വിട്ടപ്പോൾ നമ്മൾ ഇരുന്നായിട്ട് ചോറ് വെച്ച് നല്ല 1-ാം തരം ബീഫ് ബിരിയാണിയും പിന്നെ അതാ തൈരും അച്ചാറും ഒക്കെ ഉണ്ടായിട്ടോ. നമുക്ക് പിന്നെ ബീഫ് പണ്ടേ പറ്റാത്തതുകൊണ്ട് നമ്മൾ ആ കൂട്ടത്തിൽ കൂടിയില്ല കേട്ടോ. ചോറയിപ്പോൾ കഴിഞ്ഞാൽ പിന്നെ ഇപ്പുറത്തുള്ള പെരയെ പോയി കുത്തിരുന്നിട്ടോ. അപ്പോഴാണ് അവിടെ നിറച്ച് കോവക്ക കാണുന്നത് കേട്ടോ. അപ്പോൾ അതിമെന്ന് 2-3 നൊയമ്പ് കോവക്ക നോക്കിയിട്ട് പറിച്ചാട്ടാവും തൊള്ളായിട്ട് തിന്ന്. പിന്നെ ഓരോരുത്തരും ഇങ്ങനെ വില വൈകിട്ട് അവിടെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങളിതാ കരിമ്പൻ ജ്യൂസ് കുടിച്ചാൽ ഉപ്പിലിട്ട് തിന്നാനും വേണ്ടി പുറത്തേക്ക് പോയിട്ടോ. ആദ്യം തന്നെ ഉപ്പിലിട്ടൊരു കൈതച്ചക്ക എടുത്ത് തിന്നിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മക്കളെ, ഒന്നും പറയാനില്ല. പിന്നെ 3 കരിമ്പിൻ ജ്യൂസ് ഓർഡർ ചെയ്ത് അപ്പോൾ ആ കാക്ക മെഷീൻ്റെ ഉള്ളിലിട്ട് കറക്കിയായിട്ട് കരിമ്പിൻ ജ്യൂസൊക്കെ വേറെ റെഡിയാക്കി തന്നിട്ടോ.
എന്നിട്ട് പിന്നെ നമ്മൾ ചാലിയാർ പോയൊക്കെ നോക്കിയായിട്ട് ഇങ്ങനെ കരിമ്പ് ജ്യൂസ് കുടിച്ചിട്ടോ. പിന്നെ അങ്ങോട്ട് റിട്ടേൺ വന്നിട്ടോ. വന്നപ്പോൾ തന്നെ കുറേ ആൾക്കാർ അതേപോലെ സമ്മാനം കൊണ്ടുവന്ന് എടുത്തിട്ടോ. അതിൻ്റെ ഇടയിൽ പെങ്ങളെ കുട്ടി പെരുന്തൊള്ളാട്ടിലിട്ടോ. അതിനവിടെ സ്ഥലം മതിയാവില്ല പായാൻ, അതിനെ പിടിച്ചതിനാണ് കേട്ടോ ഈ തൊള്ളാട്ടിന്. അങ്ങനെ പിന്നെ ഞങ്ങൾ തായാണ്ടത്തുള്ള ഏട്ടൻ്റെ പെരേക്ക് പോയിട്ടോ. ഏട്ടൻ്റെ പെരേക്ക് പോയപ്പോൾ എളാപ്പൻ്റെ മുറ്റത്ത് ഇതേപോലെ നിറച്ച് ചീരൻ്റെ അതിമേൽ നിറച്ച് ചീരകായിട്ടോ. പണ്ടൊക്കെ നമ്മൾ ഈ കായ് ഇങ്ങനെ പറിച്ച് തിന്നല്ലേനു. അപ്പോൾ എനിക്കൊരു നൊസ്റ്റാൾജിയ തോന്നിയപ്പോൾ ഞാൻ 2 കായ് പറിച്ചായിട്ട് ഞാൻ തിന്നിട്ടോ. അവിടെ പിന്നെ ഏട്ടൻ്റെ പെരൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തായിട്ട് ഞങ്ങൾ നെറൂക്കന്നെ കയറിയെന്ന്. ഇതൊക്കെയാണ് ഒരു പൂച്ച ബിരിയാണി ഇന്ന് മയങ്ങണ്. പിന്നെ ഞങ്ങൾ വൈകുന്നേരമായപ്പോൾ അവിടെ നിന്ന് പോന്നിട്ടോ. ഒരു കട്ടൻ ചായയും കുടിച്ച് കിടന്നുറങ്ങി. പിന്നെ പെരയിലെത്തിയായിട്ട് കുറച്ച് നേരം